ഹലോ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു PS5 അൺബോക്സിംഗ് ആണ്. ഈ ചാനലിലെ വീഡിയോകൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ ഒരു PS5 അൺബോക്സ് ചെയ്തതാണ്. അന്ന് നമ്മൾ അൺബോക്സ് ചെയ്ത PS5 എന്റെ കൂടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ PS5 അല്ല, ഇതിന്റെ കുറച്ചുകൂടെ പുതിയ വെർഷൻ. അപ്പൊ അന്നത്തെ ഞാൻ അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് വെർഷൻ 1208, അതായത് മോഡൽ നമ്പർ ആ ഒരു വെർഷൻ വരുന്നത് പറഞ്ഞാൽ തേർഡ് ഐട്രേഷൻ ഓഫ് ദി ഒറിജിനൽ PS5 ആയിട്ടാണ് അത് വരുന്നത്. അപ്പം ഒറിജിനൽ PS5 2020 നവംബറിലായിരുന്നു റിലീസ് ചെയ്തത്. അതിനുശേഷം 2021, 22, 23 അങ്ങനെ ഓരോ കൊല്ലവും സോണി ഓരോ അപ്ഡേഷൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള അപ്ഡേറ്റ്സ് PS5 കൺസോളിന് കൊണ്ടുവന്നു. അത് ബെറ്റർ പവർ ഡ്രോ, പവർ എഫിഷ്യൻസി, കൂളിംഗ്, അങ്ങനെ ഓരോരോ ഇംപ്രൂവ്മെന്റ് അവർ കൊണ്ടുവന്നു. അങ്ങനെ ഇക്കഴിഞ്ഞ 2023 നവംബറിൽ എനിക്ക് തോന്നുന്നു സോണി ആ ഒരു അവരുടെ മാനുഫാക്ചറിംഗ് പ്രോസസ് എല്ലാം ഒന്ന് സ്ട്രീം ലൈൻ ചെയ്തതിന്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും അവർ ഈ ഒരു കൺസോളിന്റെ ഏറ്റവും പൂർണ്ണതയിൽ എത്തിക്കുന്ന ഒരു വെർഷൻ അവർ റിലീസ് ചെയ്തു. അത് PS5 സ്ലിം വെർഷൻ ആണ്. സോണി അത് ഓരോ പ്രാവശ്യം അവർ ഈ ഒരു ഐട്രേഷൻസ് പുത്തൻ ഇറക്കിയപ്പോൾ അവർക്ക് തന്നെ തോന്നി കാണണം നമ്മൾ വെറുതെ ഇത്രയും വലിയൊരു PS5 ഇറക്കേണ്ട കാര്യമില്ല. കാരണം ഇതേ സെയിം പെർഫോമൻസ് കുറച്ചുകൂടെ ഡയമെൻഷൻസ് കുറവുള്ള ഒരു കൺസോൾ ആയിട്ട് ഇറക്കാം എന്നവർക്ക് പിടികിട്ടി. PS5 സ്ലിം വെർഷൻ നമുക്ക് നോർത്ത് അമേരിക്കൻ റീജിയനിലൊക്കെ ഇക്കഴിഞ്ഞ നവംബർ 2023 അവൈലബിൾ ആയി തുടങ്ങിയിരുന്നു. നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയി തുടങ്ങിയത് ഇക്കഴിഞ്ഞ ഏപ്രിൽ 5 തീയതിയായിരുന്നു. ഏപ്രിൽ 5 തൊട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയെങ്കിലും പ്രൈസ് ഇച്ചിരി കൂടുതലായിരുന്നു. ഈ അടുത്ത് നമ്മളുടെ ആമസോൺ സമ്മർ സെയില്, ഫ്ലിപ്കാർട്ട് സമ്മർ സെയില്, അതിൽ നല്ല ഡിസ്കൗണ്ട് സോണി കൊടുത്തു തുടങ്ങി PS5 സ്ലിം കൺസോൾ. പഴയ ഈ ഒരു ഫാറ്റ് വെർഷൻ ഇപ്പം ഓൾമോസ്റ്റ് ഷെൽഫിൽ നിന്നെല്ലാം പോയി തുടങ്ങി. ഇതിന്റെ വന്ന ബാച്ച് ഫുള്ള് വിറ്റ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു സോണി അത്രയും വെയിറ്റ് ചെയ്തത്. ഇതെല്ലാം ഇന്ത്യൻ വെറ്റുകളിൽ നിന്ന് ഇപ്പം വിറ്റ് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇനി തൊട്ട് നമുക്ക് PS5 സ്ലിം കൺസോൾ ആണ് ഇനി പ്രോ വെർഷൻ റിലീസ് ആവുന്നത് വരെ നമുക്ക് കിട്ടുന്നത്. പ്രോ വെർഷൻ മിക്കവാറും ഈ കൊല്ലം അവസാനത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അത് നോർത്ത് അമേരിക്കൻ റീജിയനിലൊക്കെ ഈ കൊല്ലം അവസാനത്തേക്ക് റിലീസ് ആവും. ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും അടുത്ത കൊല്ലം ഒരു പകുതി അല്ലെങ്കിൽ അടുത്ത കൊല്ലം തുടക്കത്തിലോ പകുതിക്കോ ആയിട്ട് നമുക്ക് കിട്ടി തുടങ്ങും. അപ്പൊ 2020 തുടങ്ങി 2023 വരെ ആയപ്പോഴത്തേക്ക് 3 ഐട്രേഷൻസ് ഓൾറെഡി ഇറക്കിയ സോണി 2023 നാലാമത്തെ ഒരു ഐട്രേഷൻ ആയിട്ട് ഇറക്കിയ സംഭവമാണ് സോണി PS5 സ്ലിം. അപ്പം PS5 സ്ലിം എന്ന് പറഞ്ഞാൽ സെയിം പെർഫോമൻസ് ബട്ട് ഇൻ എ സ്മോളർ പാക്കേജ്. എനിക്ക് തോന്നുന്നു സോണി മാനുഫാക്ചറിംഗ് പ്രോസസ്സ് അത്രത്തോളം അവർ എഫിഷ്യന്റ് ആക്കിയതിന്റെ ഒരു റിസൾട്ടും കൂടെ ആയിട്ടാണ് കുറച്ചുകൂടെ ഒരു സ്മോളർ പാക്കേജിൽ സെയിം ലെവൽ ഓഫ് പെർഫോമൻസ് സോണിക്ക് തരാൻ സാധിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് PS5 ഫാറ്റ് വെർഷൻ അല്ല, പകരം PS5 സ്ലിം വെർഷൻ ആണ്. ഇതാണ് സാധനം. ആ രണ്ട് പാക്കേജുകൾ തമ്മിൽ ഒരു സൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പം ഇത് നമുക്ക് നോക്കാം എത്രത്തോളമാണ് ഒരു വ്യത്യാസം വരുന്നത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇവിടെ നമ്മള് ഫ്രണ്ടിലായിട്ട് വെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് വെക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഇത്രയും ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് ഏകദേശം 1.5 ഇഞ്ചും പൊക്കം വൈസ് നോക്കുമ്പം ഏകദേശം 2.25 ഇഞ്ചും കൂടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. 1.5 ഇഞ്ച് ലെങ്ത് വൈസും 2.25 ഇഞ്ച് മേലോട്ടുള്ള പൊക്കം വൈസും ഒരു ഡിഫറൻസ് പുതിയ പാക്കേജിനുണ്ട്. അപ്പൊ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് കണ്ടില്ലേ, സെയിം ഒരു പാക്കേജിങ് സ്റ്റൈലാണ് ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം ഏകദേശം സെയിം തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ആ സ്ക്വയർ ബട്ടൺ, ട്രയാങ്കിൾ ബട്ടൺ, സർക്കിൾ ബട്ടൺ, പിന്നെ എക്സ് ബട്ടണിന്റെ മേലെയാണ് കൺസോൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് OG PS5 ആണ്, ഇത് സ്ലിം വെർഷൻ PS5 ആണ്. പിന്നെ സ്റ്റിക്കർ കാര്യങ്ങൾ, കുറച്ച് സ്റ്റിക്കേഴ്സ്, ഡീറ്റെയിൽസ് എല്ലാം സിമിലർ ആണ്, സെയിം ആണ്. എക്സെപ്റ്റ് ഒരു സംഭവം, അതായത് ഇവിടെയുള്ള ഒരു 8K ചിഹ്നം ഇവിടെ ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു സോണി മിക്കവാറും ഈ കൊല്ലം അവസാനം, അതായത് 2024 നവംബറിലായിട്ട് മിക്കവാറും സോണി PS5 പ്രോ വെർഷൻ ഇറക്കുന്നുണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു 8K എന്നുള്ളത് അവര് പ്രോ വെർഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും തോന്നുന്നു. ഇവിടെ ആണെങ്കിലും ഫാറ്റ് വെർഷന് താഴെ എഴുതിയിട്ടുണ്ട് ഒരു സംഭവം, അതായത് ഈ 8K 4K പിന്നെ വേരിയബിൾ റിഫ്രഷ് റേറ്റ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോണിറ്ററും കൂടെ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. അതേ സെയിം സംഭവം ഇവിടെ പറയുമ്പോൾ അവന്മാർ 8K എന്നുള്ളത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പകരം 4K 120 Hz വേരിയബിൾ റിഫ്രഷ് റേറ്റ് അത് സപ്പോർട്ട് ചെയ്യുന്ന മോണിറ്റർ വേണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം 8K എന്നുള്ളൊരു സംഭവം ഫ്രണ്ട് ആ ഒരു പാക്കേജിൽ നിന്ന് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടോപ്പ് വൈസ് നോക്കുമ്പോഴത്തേക്കും സെയിം ആണ് രണ്ടിന്റെയും വരുന്നത്. സെയിം സോണി PS5 എന്ന് മാത്രമേ മേലെ എഴുതിയിട്ടുള്ളൂ. പിന്നെ ഇതൊരു ബ്രീഫ് കേസ് പോലെ നമുക്ക് പിടിക്കാനുണ്ട്. കാരണം അത്രയും ഒരു ഭണ്ഡാര സാധനമാണ് ഇത്. ഇതിന് പക്ഷെ ബ്രീഫ് കേസ് ഒന്നുമില്ല, കാരണം ഇത് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പാണ് കുറച്ചുകൂടെ. ഓക്കെ, ഭയങ്കര ചെറുതാണ് ഇത്. പക്ഷെ നമുക്ക് ബ്രീഫ് കേസ് വേണം. കണ്ടോ, ഭയങ്കര ഗവൺമെന്റ് സാധനമായിരുന്നു.
അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് എത്ര ചെറുത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സൈഡ് വൈസ് നോക്കാം. സൈഡ് വൈസ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ജസ്റ്റ് ആ ഒരു കൺസോളിന്റെ പടമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഫാറ്റ് വേർഷൻ, ഇത് സ്ലിം വേർഷൻ. ഇത് ഫാറ്റ്, ഇത് സ്ലിം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ഗർഭിണി പോലെ ഭയങ്കര വലിയതായിട്ടാണ് ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു 6 പാക്ക് ആപ്സ് പോലെ കുറച്ചുകൂടെ സ്ലിം ആണ് ആ ഒരു ഡ്രൈവ് വന്നിരിക്കുന്നത്. പിന്നെ നടുക്കത്തെ ആ ഒരു ബ്ലാക്ക് ഇതിന്റെ വീതി കുറവുണ്ട് ഇവിടെ. പിന്നെ കൺട്രോളർ സെയിം ആണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 1 TB എന്ന് എഴുതിയിട്ടുണ്ട്. ആ സെയിം സംഭവം പഴയ PS5 ഈ ഒരു ബാക്ക് സൈഡ് ആയിരുന്നു. അവിടെ 825 GB ആയിരുന്നു തോന്നുന്നു. അതെ, 825 GB. അപ്പൊ 825 GB ആയിരുന്നു പഴയ PS5 നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇവിടെ പക്ഷേ 1 TB കിട്ടുന്നുണ്ട്. അപ്പം ഒരു സ്മോളർ പാക്കേജിൽ ബെറ്റർ പെർഫോമൻസ് എന്ന് വേണം പറയാൻ. കാരണം നമുക്ക് എക്സ്ട്രാ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ബാക്ക് സൈഡിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് അപ്പുറത്തെ സൈഡ് കൂടെ നോക്കാം. അപ്പുറത്തെ സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പാക്കേജിന്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ കിട്ടുമെന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ ഒരു HDMI കേബിള്, കൺട്രോളർ, ഒരു USB-A കേബിള്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ കൺസോള്. പിന്നെ ഇവിടെ ഫ്രണ്ടില് ഇമ്പോർട്ട് ചെയ്ത ആളുടെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ആ സെയിം സ്റ്റിക്കർ ഇവിടെ സൈഡിൽ ഒട്ടി ചെയ്യുന്നതേ ഉള്ളൂ. PS5 ഞാൻ ഈ ഒരു ഫാറ്റ് വേർഷൻ മേടിച്ചത് 2023 ഓഗസ്റ്റിലാണ്. 2023 ഓഗസ്റ്റിൽ മേടിച്ച സാധനം മാനുഫാക്ചർ ഡേറ്റ് ജനുവരി 2023. അതായത് ഒരു 7 മാസത്തിന് ശേഷമാണ് എനിക്ക് സാധനം കയ്യിൽ കിട്ടിയത്. ഇത് മാനുഫാക്ചറിംഗ് ഡേറ്റ്, ഇത് ഞാൻ മെയിലാണ് മേടിച്ചത്. ഇന്നലെ മേടിച്ചതേ ഉള്ളൂ. മെയിലിൽ കിട്ടിയ സാധനം മാനുഫാക്ചർ ചെയ്തേക്കുന്ന ഒക്ടോബർ 2023. അതായത് ഏകദേശം ഒരു 7 മാസം ഡിഫറൻസ്. ഇത് എത്രത്തോളം പഴകിയാണ് കിട്ടിയത് അത്രത്തോളം പഴകി തന്നെയാണ് ഇത് സാധനം കിട്ടിയേക്കുന്നത്. അതാണ് സൈഡിലുള്ളത്. വേറെ എവിടെ സൈഡിൽ വേറെ പ്രത്യേകിച്ച് സൈഡ് മാറിപ്പോയി. വേറെ എവിടെ സൈഡിൽ ഡിഫറൻസ് ഒന്നും പ്രത്യേകിച്ചില്ല. രണ്ടിന്റെ MRP ഈ ഒരു പാക്കേജിംഗിൽ 54,990 എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു റീറ്റെയിലേഴ്സിന് ഇഷ്ടമുള്ള രീതിയിൽ അവർ അതിന്റെ മേൽ ഡിസ്കൗണ്ട് കൊടുക്കും. ഞാൻ പറയുകയാണെങ്കിൽ 45 അതിന് താഴെയോ ആയിട്ട് ഈ കൺസോൾ കിട്ടിയാൽ നമുക്ക് ലാഭമെന്നേ ഞാൻ പറയത്തുള്ളൂ. 2 സംഭവം ഡിസ്കൗണ്ടിലായിരുന്നു ഞാൻ മേടിച്ചത്. അന്ന് 2023 ഓഗസ്റ്റിലായിരുന്നു ഇത് ഒറിജിനൽ ഫാറ്റ് വേർഷൻ മേടിച്ചത്. മെയ് 5 തീയതിയാണ് സ്ലിം വേർഷൻ മേടിച്ചത്. രണ്ടും എനിക്ക് പറഞ്ഞ 45 താഴെയാണ് കിട്ടിയത്. അപ്പം നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ വലിയ വലിയ ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ വരുന്ന, സെയിൽസ് വരുന്ന സമയത്ത് നോക്കിയിരിക്കുക. ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആമസോൺ ആണെങ്കിൽ ആമസോൺ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ് അത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഓഫേഴ്സ് അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ 45 രൂപയുടെ താഴെയൊക്കെ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. അപ്പം എന്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് വേർഷൻ ഞാൻ അന്ന് മേടിച്ച് ഏകദേശം 43,300, 43,400 ആ റേഞ്ചിലാണ് അന്ന് മേടിച്ചത്. ഏകദേശം അതേ വിലയ്ക്ക് തന്നെ, അല്ലെങ്കിൽ അതിൽ താഴെ വിലയ്ക്ക് തന്നെ എനിക്ക് ഈ സ്ലിം വേർഷൻ കിട്ടിയെന്നുള്ളതാണ് വേറൊരു രസം. അപ്പം നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഡീൽസ് കറക്റ്റ് ആയിട്ട് നോക്കിയിരുന്ന് വിഷ് ലിസ്റ്റ് ചെയ്ത് കറക്റ്റ് സെയിൽസ് വരുന്ന സമയത്ത് അത് നോക്കുക. ഓക്കെ, ബാക്ക് സൈഡിന് മുന്നേ നമുക്ക് ഇതിന്റെ താഴ്ഭാഗത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. താഴ്ഭാഗത്തെ ഡീറ്റെയിൽസ് കുറച്ച് ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയനിലത്തെ പാലിക്കേണ്ട മാനദണ്ഡങ്ങളുടെ കുറച്ച് സ്റ്റിക്കറുകൾ കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, താഴ്ഭാഗത്ത് സീൽ ഉള്ളത് കണ്ടോ, രണ്ടിനും സീൽ ഉണ്ട്. അപ്പൊ സീൽ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും യൂസ് ചെയ്ത് കൺസോളൊക്കെ അല്ലെങ്കിൽ ഇടയ്ക്ക് തുറന്ന് നോക്കിയ കൺസോളൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പ്രത്യേകം ഈ ഒരു ഹോളോഗ്രാം ഉള്ള സീല് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക താഴ്ഭാഗത്ത്. ഇവിടെ പുറകുവശത്ത് ഒരു ഡിഫറൻസ് നമുക്ക് സ്റ്റിക്കറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, അതായത് മെയിൻ 3 ഫീച്ചേഴ്സ് ആണ് PS5 കൊടുത്തേക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇമേഴ്സീവ് ഗെയിം പ്ലേ, പിന്നെ ഫാസ്റ്റ് SSD, പിന്നെ അഡാപ്റ്റീവ് ട്രിഗേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. ആ സെയിം സംഭവം പല ഭാഷയിലായിട്ട് എഴുതിയേക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെയിം സംഭവം നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഇത് കുറച്ച് ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ യൂണിയന്റെ മാനദണ്ഡങ്ങൾ കാര്യങ്ങൾ. പിന്നെ ഇതിലൊരു സംഭവം എക്സ്ട്രാ പറയുന്നുണ്ട് PS5 ഫാറ്റ് വേർഷനെ അപേക്ഷിച്ചിട്ട്. ആ എക്സ്ട്രാ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്ക് ഡ്രൈവ് ഡിറ്റാച്ചബിൾ ആണ്. അപ്പം നമ്മൾ ഭാവിയിൽ ഒരെണ്ണം അറ്റാച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യത്തുള്ളൂ എന്നൊരു എക്സ്ട്രാ പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ ഇവിടെ ഒരു 4 ഗെയിംസിന്റെയും കൂടെ പടം കൊടുത്തിട്ടുണ്ട്. എല്ലാം എക്സ്ക്ലൂസീവ് ബ്ലോക്ക് ബസ്റ്റർ ഗെയിമുകളാണ്. ഗോഡ് ഓഫ് വാർ റാഗ്നറോക്ക്, ലാസ്റ്റ് ഓഫ് അസ്, ഹൊറൈസൺ ഫോർബിഡൻ വെസ്റ്റ്, സ്പൈഡർമാൻ 2. ആ സോണി എക്സ്ക്ലൂസീവിന്റെ പവറാണ് അവർ ആ ഒരു പാക്കേജിംഗ് കാണിച്ചേക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു സോണി പറയാൻ ഉദ്ദേശിക്കുന്ന ധൈര്യമായിട്ട് എടുത്ത പോലെ ഇഷ്ടംപോലെ ഗെയിമുകൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുള്ള രീതിയിലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കണ്ടില്ലേ, ഇത്രയും ചെറിയ ഒരു കൺസോൾ ആയിട്ട് ഇപ്പോഴാണ് ശരിക്കും കൺസോളിന്റേതായ വലിപ്പമായത്. മറ്റേത് എന്തോ ഗവൺമെന്റ് സാധനമായിരുന്നു. എനിക്ക് തോന്നുന്നു സോണി ഒരു കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എക്സ്ബോക്സുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു സൈസ് എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. ഏതായാലും 4th iteration എന്നുള്ള രീതിയിൽ ഇത് വന്നിട്ടുണ്ട്. സ്ലിം വേർഷൻ ആണ്. ഇതിന്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത്
2008 എന്ന് പറഞ്ഞത്. അതായത് മറ്റേതെല്ലാം 1000-ലായിരുന്നു തുടങ്ങുന്നത്, ഇത് 2000-ൽ തുടങ്ങി. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആണ്. ഇനി നമുക്ക് ഇതിന്റെ അൺബോക്സിംഗ് നോക്കാം. പിന്നെ ഞാൻ താഴെ സീൽ ഉള്ളതുപോലെ തന്നെ മേലിൽ 2 സീൽ വരുന്നുണ്ട്. ഒരെണ്ണം ഒരു പ്ലാസ്റ്റിക് സീലും മറ്റൊരു ഹോളോഗ്രാം സീലും. 2 സൈഡും സീൽഡ് ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ ഇതിന്റെ ബാക്കിൽ വേറെ ഡീറ്റെയിലും കൂടെ പറയുന്നുണ്ട്. അതായത് ഞാൻ ഈ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയ സമയത്ത് അതിലെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇത് ഇന്ത്യൻ വേർഷൻ അല്ല സാധനം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് ഇന്ത്യൻ വേർഷൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതിന്റെ ഒരു ഇമ്പോർട്ടുകാർ എഴുതിയിട്ടുണ്ട്. അതായത് ഇമ്പോർട്ട് ചെയ്തേക്കുന്ന ആള് യുറേഷ്യൻ കൺട്രീസിലും എക്സെപ്റ്റ് റഷ്യ ആൻഡ് ബെലാറസ്, യുറേഷ്യൻ കൺട്രീസിലും ഇന്ത്യയിലും യുക്രൈനിലും ഈ സംഭവം വിൽക്കാൻ അനുമതി ഉണ്ട്. അങ്ങോട്ട് വിൽക്കാനുള്ള യൂണിറ്റ് ആണ് ഇതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യ എന്നും എഴുതിയിട്ടുണ്ട്. അത് തന്നെ ഫ്രണ്ടിലും എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ വേർഷൻ എന്നും പറഞ്ഞിട്ട് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന കസാക്കിസ്ഥാനിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് പുറകിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഒരു കസാക്ക് ഭാഷയോ അങ്ങനെ വല്ലതായിരിക്കും. ഇന്ത്യ എന്ന് തന്നെ വേറെ രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ തന്നെ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ റിവ്യൂവിൽ പറയുന്നത് എന്തുകൊണ്ട് അവർ തെറ്റി പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഇന്ത്യൻ വേർഷൻ തന്നെയാണ്. ഇനി ഒന്നും വേണ്ട, ഇന്ത്യൻ വേർഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഇത് സോണി ഇന്ത്യയുടെ വാറന്റി സ്റ്റിക്കറും ഫ്രണ്ടിലുണ്ട്, 1 കൊല്ലത്തെ വാറന്റി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഒക്ടോബർ 2023 ഉണ്ടാക്കിയ സാധനമാണ്. എൻ്റെ കയ്യിൽ കിട്ടിയത് മെയിലാണ്. അപ്പൊ എനിക്ക് എന്ന് എൻ്റെ കയ്യിൽ കിട്ടിയോ അന്ന് തൊട്ട് 1 കൊല്ലത്തേക്കുള്ള വാറന്റി സോണി തരുന്നുണ്ട്. അപ്പൊ നമുക്ക് സമയം പറയാതെ ഇതിന്റെ അൺബോക്സിംഗ് നോക്കാം. അതാണ് വീഡിയോ. അപ്പൊ ഗൈസ്, ഞാൻ തുറക്കുവാണ്. ഇത് പ്ലാസ്റ്റിക് സീൽ ആദ്യത്തെ, ഇത് ഹോളോഗ്രാം സീല്. ഇതേ മോഡൽ നമ്പർ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനീ പറഞ്ഞ CF 2008 എന്നുള്ളത്. PS5 ഫാറ്റ് വെർഷൻ ഇവിടെയായിരുന്നു. സ്യൂട്ട് കേസ് പോലത്തെ സംഭവം ഇങ്ങനെ തുറന്നു പോയിട്ടുണ്ടേ, അത് ഇതിനില്ല. ഇതാണ് ഇംഗ്ലീഷ് റിവ്യൂസിലൊക്കെ ആൾക്കാർ പറയുന്നത് ബോക്സ് ഇൻസൈഡ് എ ബോക്സ് എന്ന് പറയും. വേറൊരാളെയും കൂടെ സഹായത്തിന് വിളിക്കേണ്ടതായിരുന്നു. അപ്പം ഞാൻ ഈ പാക്കറ്റ് ഇതിൽ എന്തോ കിടക്കുന്നു, അതെടുത്ത് നോക്കാം. ഇത് വാറണ്ടി കാർഡ് സംഭവമാണ്. ഓക്കെ, അപ്പം സോണിയുടെ 1 ഇയർ വാറണ്ടി സ്റ്റിക്കർ ഫ്രണ്ടിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതേ സാധനം അകത്തും വാറണ്ടി കാർഡായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതാണ് ബോക്സ്. അതായത് മറ്റേ ബോക്സ് തുറന്നു കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട് സൈഡ് കാണാൻ സാധിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ബോക്സ് ഇൻസൈഡ് ബോക്സ് എന്ന് പറയുന്നത് ഈ ഒരു ബോക്സ് ആണ്. ഓക്കെ, തുറക്കുമ്പോൾ തന്നെ ഇത് പവർ കേബിൾ ആണ്. ഇങ്ങനത്തെ പിന്നാണ് ഇതിന് വരുന്നത്. ഓക്കെ, കണ്ടോ, ഇന്ത്യൻ വേർഷന് വരുന്നതാണിത്. മറ്റേ യൂറോപ്യൻ വേർഷൻ ആണെങ്കിലും മറ്റേ കൂട്ട് പിന്നാണ് വരുന്നത്. പിന്നെ ഇവിടെ 2 സൂത്രം ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൊറിസോണ്ടലി കീപ്പ് ചെയ്യാനുള്ള 2 സ്റ്റാൻഡുകളാണ് ഇത്. ഓക്കെ, ഇത് വലിയ ക്വാളിറ്റിയുള്ള സാധനമൊന്നുമല്ല, ചുമ്മാ ഇത് ഹൊറിസോണ്ടലി കീപ്പ് ചെയ്യാൻ. ഓക്കെ, ഇത് തിരിച്ചിങ്ങോട്ട് തന്നെ വെക്കാം. ഇവിടെ തുറന്നു കഴിയുമ്പം ഇത് HDMI കേബിള് 2.1 കേബിളാണ്. ഹൈ ഡാറ്റ സ്പീഡ് ട്രാൻസ്ഫർ ഉണ്ട്. 4K 60 പാസ് ത്രൂ ഉള്ള കേബിളാണ്. പിന്നെ നമ്മുടെ കൺട്രോളർ, നല്ല പുതുപുത്തൻ കൺട്രോളർ. ഇതിൻ്റെ ജോയിസ്റ്റിക്ക് അല്ല, ഇതിൻ്റെ ഈ അനലോഗ് സ്റ്റിക്ക് പിടിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം പിടികിട്ടിയത്. അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഫാറ്റ് വേർഷൻ്റേത് ഭയങ്കര ലൂസായി. ഇതിപ്പോൾ നല്ല ഹാർഡായിട്ടായിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൊള്ളാം, മാറ്റി വെക്കാം. കണ്ടോ, ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇനി കൺസോളാണ് ഇരിക്കുന്നത്, അത് ചെരിച്ച് വെച്ചിട്ടെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വീഴാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മളുടെ USB Type A കേബിളും കൂടെ ഉണ്ട്. Type A to Type C. ഇത് കൺട്രോളർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് കടത്തി വെച്ചിട്ട് എടുക്കണം എന്നാണ് ഞാൻ, പക്ഷേ ഇങ്ങനെ തന്നെ എടുക്കുക നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് PS5യുടെ കാര്യങ്ങൾ ബുക്ക്ലെറ്റ് സംഭവം 2 ബുക്ക്ലെറ്റാണ് കിട്ടുന്നത്.
വണ്ണം ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. ഇതിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഇലക്ട്രോണിക് സാധനങ്ങളിലത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് കേട്ടോ. കാരണം ഇതിൽ നല്ല കളർ പടങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ, അകത്ത് കളർ പടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്ര നല്ല ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്, നല്ല വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ഇത് ബാക്കി സാധാ നമ്മുടെ സ്ഥിരം കലാപരിപാടികൾ, ഓക്കെ, അതൊക്കെ മാറ്റി വെച്ചേക്കാം. ഇനി വേണ്ട കൺസോള്. കൺസോൾ കയ്യിൽ നിന്ന് തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അവന്മാർ പറഞ്ഞു വെറുതെ അല്ല. ഓക്കെ, കൺസോൾ എടുത്തു. ഇത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ആ ഒരു വെയിറ്റ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് തെർമോക്കോൾ അത് വന്നത്, ഇത് മാറ്റി വെക്കാം. അമ്പമ്പോ, ഇതാണ് സാധനം. ഓക്കെ, ഇതിൻ്റെ ഇത് കണ്ടില്ലേ, ഇവിടം മാറ്റും ഇവിടം ഗ്ലോസിയുമാണ് കേട്ടോ. ഇത് മാറ്റും, ഇത് ഗ്ലോസി ഉണ്ടോ. ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്, ആ സ്റ്റിക്കർ നമുക്ക് എടുക്കാം. ഇതാണ് സംഭവം. ഭയങ്കര ചെറുതാണ് കേട്ടോ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം. ആണ് ഐറ്റം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ PS5 സ്ലിം അൺബോക്സ് ചെയ്ത് നമ്മൾ ഹൊറിസോണ്ടലി മേശയിൽ ഇപ്പം വെച്ചിട്ടുണ്ട്. അപ്പം അതായത് നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ, നമ്മുടെ PS5 ഫാറ്റ് വെർഷൻ, സ്ലിം വെർഷൻ. അപ്പോൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക, നമ്മുടെ ഈ സ്ലിം വെർഷനും ഫാറ്റ് വെർഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കമന്റിൽ പറയുക. ഞാൻ ആ ഒരു വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.